ഒമാനിയ മൊബൈൽസ്, AM റോഡ് പെരുമ്പാവൂർ, PO ജംഗ്ഷൻ മൂവാറ്റുപുഴ. ജലജീവൻ പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കുക, വാർഡുകളിലെ ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം എത്തിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് പായിപ്ര പഞ്ചായത്ത് 21, 22 വാർഡുകളിലെ മെമ്പർമാർ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു. ജലജീവൻ പദ്ധതിയിലെ അപാകതകളും വേനൽക്കാലമായിട്ടും ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളമെത്തിക്കാൻ നടപടിയില്ലാത്തതുമാണ് പഞ്ചായത്ത് അംഗങ്ങൾ വാട്ടർ അതോറിറ്റി എഞ്ചിനീയറെ ഉപരോധിക്കാൻ കാരണം. പായിപ്ര പഞ്ചായത്ത് 21, 22 വാർഡുകളിൽ ജൽജീവൻ പദ്ധതി പ്രകാരം പൈപ്പ് ലൈൻ സ്ഥാപിച്ച NSS ഹൈസ്കൂൾ റോഡ്, എല്ലുപൊടി കമ്പനി വിളക്കുമറ്റം റോഡ്, കാവുംപടി കുരുട്ടായി റോഡ്, പായിപ്ര കിണറുംപടി ഹെൽത്ത് സെന്റർ റോഡ് എന്നീ റോഡുകളിൽ പൈപ്പ് ലൈൻ ഇട്ടിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ലൈൻ ചാർജ് ചെയ്യാത്തതും, NSS ഹൈസ്കൂൾ റോഡ് സൈഡ് കെട്ട് JCB ഉപയോഗിച്ച് ജൽജീവൻ വർക്ക് ചെയ്യുന്നവർ കുഴിയെടുത്തപ്പോൾ തള്ളിപ്പോയിട്ടും നന്നാക്കാൻ തീരുമാനമാകാത്തതിലും പ്രതിഷേധിച്ചാണ് പായിപ്ര പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MC വിനയൻ, 21 വാർഡ് മെമ്പർ സുകന്യ അനീഷ് എന്നിവരും പൊതുജനങ്ങളും ചേർന്ന് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചത്. ജൽജീവൻ പദ്ധതിയിൽ കോൺട്രാക്ടർ ചെയ്യുന്ന അപാകതകൾക്ക് മുഴുവൻ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുകയാണെന്നും അതിനുദാഹരണമാണ് ജലജീവൻ പദ്ധതിയിൽ പലതരത്തിലുമുള്ള ക്രമക്കേടുകൾ സമയാസമയത്ത് ചൂണ്ടിക്കാണിച്ചിട്ടും ഉദ്യോഗസ്ഥർ വേണ്ട ഇടപെടലുകൾ നടത്താതിരുന്നതെന്നും മെമ്പർമാർ പറഞ്ഞു. പായിപ്ര ഗ്രാമപഞ്ചായത്ത് 21, 22 വാർഡുകളിൽ ഒരു കൊല്ലങ്ങൾക്ക് മുമ്പ് ജലജീവൻ പദ്ധതി പ്രകാരം പൈപ്പ് ലൈൻ ഇട്ട ഭാഗങ്ങളിൽ അതിൽ 21 വാർഡിൽ NS ഹൈസ്കൂൾ റോഡ്, അതുപോലെ തന്നെ എല്ലുപൊടി കമ്പനി വിളക്കുമറ്റം റോഡ്, 22 വാർഡിൽ തൃക്കളത്തൂർ കാവുംപടി കുരുട്ടായി റോഡ്, പായിപ്ര കിണറുംപടി ഹെൽത്ത് സെൻ്റർ റോഡ്, ഈ 4 ഭാഗങ്ങളിലാണ് ജലജീവൻ മിഷൻ്റെ പൈപ്പ് ഇട്ടത്. പക്ഷേ പൈപ്പ് ഇട്ടതിന് ശേഷം NS ഹൈസ്കൂൾ ഭാഗത്ത് ടാർ ചെയ്ത ഭാഗവും ടാർ ചെയ്യാത്ത ഭാഗവും ഉണ്ടായിരുന്നു. ഈ ഭാഗങ്ങളിൽ കയ്യാലയടക്കം തള്ളിക്കളഞ്ഞുകൊണ്ട് ജലജീവൻ മിഷൻ്റെ വർക്ക് കിടന്നത്. അതോടൊപ്പം തന്നെ മറ്റ് റോഡുകളിൽ പൈപ്പ് ലൈൻ ഇട്ട ഭാഗങ്ങളിൽ നാളെ ഇതുവരെ ഇൻ്റർകണക്ഷൻ കൊടുക്കാത്ത കാരണം ആളുകൾക്ക് വെള്ളം കിട്ടാത്ത അവസ്ഥയാണ് ഉള്ളത്. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടുത്തെ മൂവാറ്റ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് അടക്കം ഞങ്ങൾ മെമ്പർമാർ 21 വാർഡിലെ മെമ്പർ സുകന്യ അനീഷും ഞാനും അടക്കമുള്ളവർ ചേർന്ന് പരാതി കൊടുത്തിരുന്നു. പക്ഷേ നാളിതുവരെയായിട്ട് ആ വർക്ക് ചെയ്ത കോൺട്രാക്ടർ ഒരു വിധത്തിലും അതിന് പരിഹാരം കാണാതെ വന്നപ്പോഴാണ് ഇന്ന് മൂവാറ്റയുടെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ മെമ്പർമാരും അതുപോലെ തന്നെ പൊതുജനങ്ങളും ചേർന്ന് ഉപരോധിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഉണ്ടായത്. അങ്ങനെ ഉപരോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അടുത്ത ദിവസം തന്നെ ഈ പറഞ്ഞ പ്രദേശങ്ങൾ സന്ദർശിച്ച് അതിന് ശാശ്വതമായൊരു പരിഹാരം കാണാമെന്നും NS ഹൈസ്കൂൾ റോഡ് പഞ്ചായത്ത് ഫണ്ട് ടാർ ചെയ്യാൻ വേണ്ടി അനുവദിച്ചിട്ടിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം 9 മാസങ്ങൾ കഴിഞ്ഞു. അത് ഈ വർക്ക് ജലജീവൻ മിഷൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള അപാകതകൾ പരിഹരിക്കാത്തത് കാരണം അവിടെ വർക്ക് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അവരെത്രയും പെട്ടെന്ന് നാളെ തന്നെ എത്തിയ കോൺട്രാക്ടറെ കൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് ബഹുമാനപ്പെട്ട വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഔസേബ് സാർ അറിയിച്ചിട്ടുണ്ട്. 21, 22 വാർഡുകളിലെ അപാകതകൾ ഉടൻ പരിഹരിക്കാമെന്നും ഇനിയും കണക്ഷൻ കൊടുക്കാനുള്ള വീടുകളിൽ എത്രയും പെട്ടെന്ന് കണക്ഷൻ നൽകാമെന്നും ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളമെത്തിക്കാൻ നടപടി ഉടനുണ്ടാകുമെന്നും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയ ശേഷമാണ് മെമ്പർമാരും പൊതുജനങ്ങളും ഉപരോധം അവസാനിപ്പിച്ചത്. പറഞ്ഞ സമയത്തിനുള്ളിൽ കാര്യങ്ങൾ തീരുമാനമായില്ലെങ്കിൽ വാട്ടർ അതോറിറ്റിക്ക് മുന്നിൽ ശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ടു പോകുമെന്ന് മെമ്പർമാർ പറഞ്ഞു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.